വ്യത്യസ്ത രാഷ്ട്രീയ യാത്രകൾ, രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ. ഒന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഒന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും. മോദിയുടെ റഷ്യൻ യാത്രയും രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനവുമാണ് പുതിയ ഭരണപക്ഷ പ്രതിപക്ഷ വാക്പോരിൽ നിറഞ്ഞു നിൽക്കുന്നത്. രാഹുലിനിത് മൂന്നാമത്തെ മണിപ്പൂർ സന്ദർശനമാകുമ്പോൾ മോദിക്കിത് മൂന്നാമതും അധികാരത്തിൽ വന്ന ശേഷമുള്ള ഒന്നാമത്തെ റഷ്യൻ സന്ദർശനമാണ്. എന്തായാലും സ്വന്തം രാജ്യത്തെ ആഭ്യന്തര കലാപഭൂമി സന്ദർശിക്കാനോ നിലപാടുകൾ വ്യക്തമാക്കാനോ തയ്യാറാകാതെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നതിലെ വിരോധാഭാസമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കാണിക്കുന്നത്. അതും RSS നേതാവ് മോഹൻ ഭാഗവത് പോലും പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയ ഈ വിഷയത്തിൽ 2023 മെയ് 3 മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. രണ്ട് സ്ത്രീകളെ നടുറോഡിലൂടെ നഗ്നമാക്കി നടത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതോടെയാണ് ഈ വംശീയ സംഘർഷത്തിന്റെ ഭീകരത പുറം ലോകം അറിയുന്നത്. അതിനു മുൻപോ അതിനുശേഷമോ കലാപഭൂമി സന്ദർശിക്കാനോ എന്തിന് ഒരു പ്രസ്താവന ഇറക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, വിഭജന രാഷ്ട്രീയത്തിന്റെ മറവിൽ ഈ വംശീയ സംഘർഷത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനും പ്രധാന ചർച്ചാ വിഷയമായിരുന്നു മണിപ്പൂർ കലാപം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മണിപ്പൂരിലെ 2 സീറ്റുകളിലും കോൺഗ്രസ് ജയിച്ചു. ഇതുവരെയും മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവാതെയിരുന്ന മോദി അവസാനം പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്ന് രാജ്യസഭയിൽ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിതനായി. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിലായിരുന്നു മോദിയുടെ പ്രതികരണം. आदरणीय सभापति जी, इस बात को भी हमें स्वीकार करना होगा कि मणिपुर में लगातार हिंसा की घटनाएं कम होती जा रही है. इसका मतलब शांति का आशा रखना, शांति पे भरोसा करना संभव हो रहा है. മണിപ്പൂരിൽ കലാപം നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നായിരുന്നു മോദിയുടെ പ്രതികരണം. എന്നാൽ കലാപത്തിൽ ഇരയായവരുടെ കൃത്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല. മണിപ്പൂർ അതീവ ഗൗരവകരമായി പരിഗണിക്കപ്പെടേണ്ട വിഷയമായി നിലനിൽക്കെയാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം. അതേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യത്തെ മണിപ്പൂർ സന്ദർശനം രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയായിരുന്നു. കുക്കി മെയ്തി മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രാഹുൽ സന്ദർശനം നടത്തി. റഷ്യൻ സന്ദർശനത്തിന് ശേഷമെങ്കിലും മോദി മണിപ്പൂരിൽ പോകുമോ എന്ന ചോദ്യത്തിന് രാഹുലിന്റെ യാത്ര ട്രാജഡി ടൂറിസമാണെന്ന പരിഹാസമായിരുന്നു BJPയുടെ മറുപടി. 4 ദിവസത്തെ റഷ്യൻ ഓസ്ട്രിയ പര്യടനത്തിനാണ് മോദി പോയിരിക്കുന്നത്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് മോദി റഷ്യ സന്ദർശിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാട് പല സമയത്തും മോദി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും US ആവശ്യപ്പെട്ട ശേഷവും ആക്രമണത്തിൽ അപലപിക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ലായിരുന്നു. റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ ഉലച്ചിൽ തട്ടാതെ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു അത്. റഷ്യയിലെ കിവിയിലെ ആക്രമണത്തിൽ നിരപരാധികളായ കുട്ടികൾ മരണപ്പെട്ട അതേ ദിവസമായിരുന്നു മോദി പുടിന് കൈകൊടുത്തത്. ഇരുവരും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചു. ആക്രമണങ്ങൾ വേദന ഉണ്ടാക്കുന്നു എന്ന് മോദി പറഞ്ഞെങ്കിലും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിയർ സെലൻസ്കിയും US-ഉം ഈ സന്ദർശനത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം മോദിയെ റഷ്യയുടെ പരമോന്നത ബഹുമതി നൽകിയാണ് പുടിൻ ആദരിച്ചത്. 2021 ശേഷമുള്ള ആദ്യ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ഉച്ചകോടി കൂടിയാണ് ഇത്തവണ നടക്കുന്നത്. ഓസ്ട്രിയയുമായും വളരെ നീണ്ട വർഷത്തെ ബന്ധമുണ്ടെങ്കിലും ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. എന്തായാലും റഷ്യൻ സന്ദർശനം കഴിഞ്ഞാലെങ്കിലും ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതരെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമുണ്ടാകുമോ എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം. സത്യത്തിൽ കോൺഗ്രസ് മാത്രമല്ല, ഇത്ര വലിയ അക്രമവും വംശീയവാദികളുടെ അഴിഞ്ഞാട്ടവും നടന്ന ഒരു സംസ്ഥാനത്തേക്ക് എത്താൻ പ്രധാനമന്ത്രിക്ക് ഇനിയും എത്ര സമയം വേണമെന്നത് ഒരു രാജ്യം മൊത്തം ഉത്തരമർഹിക്കുന്ന ചോദ്യമാണ്. ഒപ്പം ലോക മനസാക്ഷിയെ പിടിച്ചുകുലുക്കുന്ന ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്ര നേതാവിന് മോദി കൈകൊടുക്കുക കൂടി ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് ആഴം കൂടുക തന്നെ ചെയ്യും.